മുകേഷിനും മറ്റും എതിരായി ആരോപണം പറഞ്ഞ നടിക്കെതിരായി നടിയുടെ ബന്ധുവിന്റെ ആരോപണം വന്നിരിക്കുന്നു. കേരളത്തിലെ ഹേമ കമ്മീഷന് ശേഷം ഏകദേശം 20ഓളം പേര് നടന്മാർക്കും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾക്കെതിരായി കേരളത്തിലെ പല സ്ഥലങ്ങളിലും പരാതിപ്പെടുകയും കേസെടുക്കുകയും ചെയ്തു. മുകേഷിന് എതിരായി ഒരു നടി പരാതി കൊടുത്തു, അതിന് കേസെടുത്തു. അതിലെ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ കോടതി മുകേഷിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു. മുകേഷിനൊപ്പം ഇതേ നടി മണിയമ്പിള്ള രാജുവിനും ജയസൂര്യയ്ക്കും ഇടവേള ബാബുവിനും എതിരായി കേസ് കൊടുത്തു. ആ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരായും പ്രൊഡക്ഷൻ കൺട്രോളിലുള്ള നോബിളിനും വിച്ചുവിനും എതിരായും ഈ സ്ത്രീ തന്നെ പീഡിപ്പിച്ചുവെന്ന് പരാതി കൊടുത്തു. മൊത്തം 7 പേർക്കെതിരായി 7 പരാതികളെ 7 പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. പലർക്കും ജാമ്യം കിട്ടുകയും ചെയ്തു. ഇതൊക്കെ നമുക്കറിയാം. കിടക്ക പങ്കിട്ടാലേ അമ്മയിൽ അംഗത്വം ലഭിക്കുമെന്ന് ഈ സ്ത്രീയുടെ അടുത്ത് മുകേഷ് പറഞ്ഞു. അവിടെ പോയി നിങ്ങൾ പലരെയും കണ്ട് നുഴഞ്ഞു കയറാൻ കഴിയില്ല, ഞങ്ങളെപ്പോലെ ഉള്ളവരുമായിട്ട് കിടക്ക പങ്കിട്ടെങ്കിൽ മാത്രമേ അമ്മയിൽ അംഗത്വം ലഭിക്കൂ എന്നാണ് ആ സ്ത്രീയുടെ ആരോപണം. ഏതായാലും മലയാള സിനിമയിലെ പ്രമുഖരായ 6-7 പേർക്കെതിരായി FIR ആയി, ജാമ്യത്തിലുമായി അവർ പലരും. ഇപ്പം വന്നിരിക്കുന്ന ആരോപണം ആ സ്ത്രീയുടെ ബന്ധു ആയ ഒരു പെൺകുട്ടി ഇവർക്കെതിരായിട്ട് ആരോപണം ഇപ്പം തൊടുത്തു വിട്ടിരിക്കുകയാണ്. 2014 അവർ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പം അവരുമായിട്ട് ഈ ആരോപണം ഉന്നയിച്ച നടി ചെന്നൈ പോയെന്നും അവിടെ പോയിട്ട് ഇവരെ പല പ്രൊഡ്യൂസർമാർക്കും നടന്മാർക്കും കാഴ്ചവെക്കാൻ ശ്രമിച്ചെന്നും അവരവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പം വന്നിരിക്കുന്ന വാർത്തകൾ. എന്തായാലും ആ സംഭവങ്ങൾ അറ്റംപ്റ്റ് ടു റേപ്പോ അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെന്നൈയിലാണ്. അവിടെ മാത്രമേ നടപടി എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പം ഇവരുടെ ബന്ധു എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന സ്ത്രീയുടെ ആരോപണം അത് കള്ളമാണ് എന്ന നടി പറഞ്ഞു കഴിഞ്ഞു. ആ സ്ത്രീക്കെതിരെ ഇപ്പം രംഗത്ത് വന്നവർക്കെതിരായി നിയമ നടപടിക്ക് പോകും എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ 7 പേർക്കെതിരായി കേസെടുപ്പിച്ച ഈ നടിക്കെതിരായി വന്നിരിക്കുന്ന ബന്ധു ആരുടെയെങ്കിലും പ്രേരണയിലാണോ ഇല്ലയോ എന്നറിയില്ല. അവരെ കൊണ്ട് അത് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പല കേസിനും സമാധാനം പറയേണ്ടി വരും. കാരണം പ്രശ്നങ്ങൾ കൈവിട്ട് പോകും. ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഇനി ഉന്നയിക്കുന്നവർ തീർച്ചയായിട്ടും അതിന് മറുഭാഗത്തുനിന്ന് കേസ് വരുമെന്നും കോടതി പോകേണ്ടി വരുമെന്നും കൂടെ മനസ്സിലാക്കിക്കോണം. ഇവിടെ പല സിനിമാ നടികളും ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തവർ പലരും മൊഴി കൊടുക്കാം, പക്ഷെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവരാരും തയ്യാറല്ല. മിക്കവാറും ഉള്ളവരൊക്കെ പിന്മാറി നിൽക്കുകയാണ്. പിന്നെ എന്തിനാണ് പരാതി കൊടുക്കാൻ പോകുന്നതെന്നുള്ള പ്രസക്തമായ ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഒരു ബോഡി, പ്രത്യേകിച്ച് ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷനാണ്. അവിടെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മൊഴി കൊടുത്താൽ മതി. കമ്മീഷനെടുത്തൊരു കോഗ്നിസബിൾ ഒഫൻസ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്മീഷനും ഗവൺമെന്റിനും കോടതിക്കൊക്കെ നടപടി എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഒരു പ്രാഥമികമായ കാര്യങ്ങൾ പോലും അവർ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കണമായിരുന്നു. അവർക്ക് അനുഭവപ്പെട്ട ഇതുപോലെ ലൈംഗികമായ ചില പ്രശ്നങ്ങൾ ആർക്കെതിരായിട്ട് നമുക്ക് പരാതി പറഞ്ഞാൽ നിയമപരമായിട്ടേ മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അല്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയി പറഞ്ഞിട്ട് ആ വാർത്ത വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ നടന്മാരെ മനഃപൂർവ്വം നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു, അവരുടെ സമൂഹത്തിലുള്ള അന്തസ്സ് കളയാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ്. അത് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മൊഴിക്കെതിരായി അത് കള്ളമൊഴിയാണെന്ന് പറയാനാണ് നടന്മാർക്കും നടിമാർക്കും അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സാധിക്കും. പക്ഷേ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു മൊഴിയുടെ ആവശ്യമില്ലായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നടപടിയുമായിട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോടതികളോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കമ്മീഷൻ തന്നെയോ മുന്നോട്ട് പോകാം. അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. അത് തന്നെയല്ല, മൈനർ ആണെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവായ നിയമ നടപടിയിലേക്ക് വരും.
പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകും. മൈനറായ സമയത്താണ് ആ നടിയെ പീഡിപ്പിച്ചതെങ്കിൽ ആ നടിക്ക് പരാതി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്നുള്ള കാര്യങ്ങൾ വരുന്നില്ല. ഗവൺമെൻറ്റാണ് വാദി. അത് പോലീസ് സോമോട്ടോ എടുക്കും. മൈനറായ സ്ഥിതിക്ക് പോലീസ് എവിടാണ് സംഭവം നടന്നത് അവിടുത്തെ SHO ആരോടും ചോദിക്കാതെ സ്വന്തമായിട്ട് അവർക്ക് ആ കേസെടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ വ്യവസ്ഥ. അപ്പൊ ഇപ്പം ഈ നടിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞ വന്നവര് അവര് SLC പരീക്ഷ കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ എങ്ങനെ പോയാലും ഒരു 14 വയസ്സ് 15 വയസ്സ് മൈനറാണ്. അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരു ഒഫൻസാണ്. അവനെ സെക്ഷൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഫൻസാണ്. രണ്ടും കേസെടുക്കാം. ഈ സംഭവം നടന്നിരിക്കുന്ന ആരോപണം പറഞ്ഞിരിക്കുന്നതെല്ലാം ചെന്നൈയിലായതുകൊണ്ട് ചെന്നൈയിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ, നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. കേരളത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. പക്ഷെ ഇവിടെ നടി 7 പേർക്കെതിരായിട്ട് FIR എടുപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ ക്യാരക്ടർ മോശമാണ്. അവര് മറ്റു മൈനറായ പലരെയും ചെന്നൈ കൊണ്ട് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആരോപണം പറയുമ്പം അത് വസ്തുതകൾക്ക് വിരുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ആരോപണം പറഞ്ഞ മേജറായ ആൾക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ആരാണ് അവരെ അത് പറയിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതും പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതിൻ്റെ കാര്യത്തെപ്പറ്റി പോലീസ് അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ വരുമ്പം അത് നിയമപരമായി നേരിടാനും കൂടെ അവർ തയ്യാറാകണം.